നമ്മളതിന്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗമാണ്. +1 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. അതിലെ ആക്യുറസി ആൻഡ് പ്രിസിഷൻ ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേർഡ്സും ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലേ, അല്ലെങ്കിൽ ഒരേ അർത്ഥമല്ലേ ഇതിന് രണ്ടിനും എന്ന് നമ്മൾ വിചാരിക്കാം, ഒരുപക്ഷെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ വ്യത്യാസം എന്താണെന്ന് പറയാം. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ അഗ്രിമെന്റ് ഓഫ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ ട്രൂ വാല്യൂ ഓഫ് ദ റിസൾട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. സിംപിളി ഇത്രയേ ഉള്ളൂ. ഒരു ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണെന്ന് വിചാരിച്ചു. 100 കിലോഗ്രാം. ഓക്കെ, പക്ഷെ ഇയാള് വെയിങ് മെഷീനിൽ വെച്ച് നോക്കുന്ന സമയത്ത് 99.9 കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, 100 കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, 3 പ്രാവശ്യം ശരിക്കും ഇയാളുടെ വെയിറ്റ് വന്നിട്ട് 100 കിലോഗ്രാം ആണ്. അയാൾ ഒരു പ്രാവശ്യം വെയിറ്റ് നോക്കിയപ്പോൾ 99.9 കാണിച്ചു, പിന്നെ 100 കാണിച്ചു, പിന്നെ 101 കാണിച്ചു എന്ന് വിചാരിച്ചോ. ഓക്കെ, അല്ലെങ്കിൽ 101 വേണ്ട, 100.2 കാണിച്ചു എന്ന് വിചാരിച്ചു. മനസ്സിലായോ? ആക്ച്വലി ഈ പറഞ്ഞ 99.9ഉം 100ഉം ഈ 100.2ഉം ഇതൊക്കെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് വരുമ്പോൾ എത്രയാണ് വരുന്നത്? 100 കിലോഗ്രാം തന്നെയല്ലേ വരുന്നത്. സോ ഒരു സമയം നോക്കിയപ്പോൾ 99.9 കിട്ടി. അപ്രോക്സിമേറ്റ്ലി 100 എടുക്കാം. അടുത്ത് 100 കിട്ടി. കറക്റ്റ് ആണല്ലോ. 100.2 കിട്ടി. അത് ഓൾമോസ്റ്റ് കറക്റ്റ്. ഈ ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്യുറേറ്റ് ആണെന്ന് പറയുന്നത്. ആക്യുറസി ഉണ്ടെന്ന് പറയാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്? ആക്യുറസി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി പ്രിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാ 100 കിലോഗ്രാം ഉള്ള ഒരാളാണ്, പക്ഷെ വെയിറ്റ് നോക്കിയപ്പോൾ ആൾക്ക് കാണിച്ചത് 98.9. വീണ്ടും നോക്കിയപ്പോൾ 98.8. ഓക്കെ, പിന്നെ നോക്കിയപ്പോൾ 99 ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചോ. ഇത് ട്രൂ വാല്യൂവിനോട് അടുത്താണോ? അല്ല. 98.9, 99 അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഈ കിട്ടിയിട്ടുള്ള വാല്യൂസ് എല്ലാം തന്നെ എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിനെ പറയുന്നതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. പ്രിസൈസ് ആണെന്ന് പറയും, പ്രിസിഷൻ ഉണ്ടെന്ന് പറയും. ഓക്കെ, കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു. നമ്മൾ ഡാർട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഡാർട്ട്, നമ്മളെ അമ്പൊക്കെ അസ്ത്രങ്ങളൊക്കെ ചെയ്യുന്ന ഡാർട്ട് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ഡാർട്ട് വരയ്ക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക്, ഞാനൊന്ന് ജസ്റ്റ് വരച്ച് കാണിക്കാം. ഡാർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു സർക്കുലർ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ആണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? നമ്മളെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവം റെഡ് കളറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. റെഡ് കളറിലൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഡാർട്ട് എന്ന് പറയുന്ന സംഭവം. നമ്മൾ അസ്ത്രങ്ങൾ എവിടെ ചെയ്യണം? ഇവിടെ 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 ഒക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ, ഇവിടെ ചെയ്തതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയെന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതല്ലാതെ തന്നെ എന്താണ്? ആക്യുറേറ്റ് ആണ്, അല്ലെ? ആക്യുറേറ്റ് ആണ്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇവിടെയാണെന്നുണ്ടെങ്കിലോ, ഇപ്പൊ ഞാനത് വേറൊരു കളർ വെച്ച് കാണിക്കാം. ഇവിടെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം ഇവിടെ കിട്ടി, ഒരെണ്ണം ഇവിടെ കിട്ടി, ഒരെണ്ണം ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. ആക്യുറേറ്റ് അല്ല, അതെന്താണത്? പക്ഷെ കിട്ടിയതെല്ലാം തന്നെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്രിസിഷൻ ആണ്, പ്രിസൈസ് ആണെന്ന് പറയാം. പ്രിസൈസ് ആണെന്ന് പറയുന്നത് ആ ട്രൂ കറക്റ്റ് ആ സെന്റർ പോയിന്റിൽ കിട്ടണമായിരുന്നു, പക്ഷെ ആ സെന്റർ പോയിന്റിൽ കിട്ടിയില്ല. പക്ഷെ കിട്ടിയതെല്ലാം തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, വേറൊരാൾ അമ്പ് ചെയ്ത സമയത്ത് ഒരെണ്ണം ഇവിടെ കിട്ടി, ഒരെണ്ണം ഇവിടെ കിട്ടി, ഒരെണ്ണം ഇവിടെ കിട്ടി. ആക്യുറസി ഉണ്ടോ? ഇല്ല. പ്രിസിഷൻ ഉണ്ടോ? ഇല്ല. പ്രിസിഷൻ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? പ്രിസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഭാഗത്ത് തന്നെ ഇതാ. ഇപ്പൊ നമുക്ക് പ്രിസിഷൻ ഉണ്ടെന്ന് പറയാം. ആക്യുറേറ്റ് ആണോ? അല്ല. ആക്യുറേറ്റ് ആവണമെങ്കിൽ എവിടെ കിട്ടണം? ഈ പറയുന്ന ഈ പൊസിഷനിൽ സെന്ററിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ് ആണ്. അതായത് ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ആക്യുറസി എന്നും, അതല്ല ട്രൂ വാല്യൂവിനോട് അടുത്തൊന്നുമല്ല, പക്ഷെ എത്ര പ്രാവശ്യം നമ്മൾ എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ നോക്കിക്കഴിഞ്ഞാലും അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന് പറയും പ്രിസൈസ് ആണെന്ന് പറയും, പ്രിസിഷൻ ആണെന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ആക്യുറസിയും പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കിത് ഇവിടെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആക്യുറസി ഇസ് ദ അഗ്രിമെന്റ് ഓഫ് എ പർട്ടിക്കുലർ വാല്യൂ ടു ദ ട്രൂ വാല്യൂ ഓഫ് ദി റിസൾട്ട്. ശരിക്കും എത്രയാണോ കിട്ടേണ്ടത് അതിനോട് നല്ല രീതിയിൽ അടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ആക്യുറസി എന്ന് പറയുന്നത്. പ്രിസിഷൻ എന്ന് പറയുന്നത് ക്ലോസ്നെസ് ഓഫ് വാരിയസ് മെഷർമെന്റ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി. അതായത് ശരിക്കും എന്തല്ല, ശരിക്കും ട്രൂ വാല്യൂവിനോട് അടുത്തൊന്നും വരുന്നില്ല, പക്ഷെ കിട്ടുന്ന വാല്യൂസ് എല്ലാം തന്നെ എന്താണ്? ഒരു കറക്റ്റ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുത്തില്ല, ഇഫ് ദ ട്രൂ വാല്യൂ ഓഫ് എ റിസൾട്ട് ഈസ് 2. ഓക്കെ, ശരിക്കും കിട്ടേണ്ടത് 2 ഗ്രാം ആണ്, 2.00 ഗ്രാം ആണ്. ഈ 2.0000 ഇടുന്ന സമയത്ത് നമ്മൾ ഇരിക്കും ഇത് 2 തന്നെ അല്ലേ, എന്തിനാണ് 2.00 എന്ന് പറയുന്നത്? ശരിക്കും ആ 0 ഇടുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സൊല്യൂഷൻസ് ഒക്കെ പഠിക്കും, +2 സൊല്യൂഷൻസ് പഠിക്കും. അപ്പോൾ അവിടെ 2.0 എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് എന്തിനാ 2.0 എന്ന് പറയുന്നത്? 2 എന്ന് എഴുതിയ പോലെ 2 എന്ന് പറയുന്നത് 2.0 തന്നെയല്ലേ എന്ന് വിചാരിക്കും, അല്ലെ?
നമ്മളൊരു വാല്യൂ എഴുതുന്ന സമയത്ത് 2 എന്ന് എഴുതുന്നതും 2.0 എന്ന് എഴുതുന്നതും സെയിം തന്നെയല്ലേ, പിന്നെ ഇതിനോട് 0 എഴുതേണ്ട ആവശ്യം. ഇവിടെ നോക്കിക്കേ 2.00 ഗ്രാം എന്ന് എഴുതേണ്ട ആവശ്യം എന്താ, 2 എന്ന് മാത്രം എഴുതിയാൽ പോരെ. ഇവിടെ 2.00 എഴുതുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വാല്യൂ അത്രയ്ക്ക് ആക്യുറേറ്റ് ആണ്. മനസ്സിലായോ? 2.00 എന്ന് പറഞ്ഞാൽ അത്രയും ആക്യുറസി ഉണ്ട്. മനസ്സിലായോ? നമ്മൾ 2 മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ 2ന്റെ ശേഷം ചിലപ്പോൾ വല്ലതും ഉണ്ടാവും, 2.1 ഉണ്ടായി കൂടെ, നമ്മൾ റൗണ്ട് ഓഫ് എടുക്കാറില്ല. പക്ഷെ എങ്ങനെ തന്നു കഴിഞ്ഞാൽ 2.00 തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? സോ ഇഫ് ദ ട്രൂ വാല്യൂ ഫോർ ദി റിസൾട്ട്, അപ്പോൾ 2 ഗ്രാം ആണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്, 2.00 ദാറ്റ് ഇസ് ആക്യുറേറ്റ് വാല്യൂ. ആൻഡ് ഒരു സ്റ്റുഡന്റ് എ എന്ന് പറയുന്നത് 2 സമയത്ത് മെഷർമെന്റ് നോക്കിയപ്പോൾ 1.95 കിട്ടി, അതുപോലെ തന്നെ 1.93 കിട്ടി. ഓക്കെ, ദീസ് വാല്യൂസ് ആർ പ്രിസൈസ് ബട്ട് ആർ നോട്ട് ആക്യുറേറ്റ്. ഇത് പ്രിസൈസ് ആണ്, കണ്ടോ? ഈ 2 വാല്യൂസും ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ അത് എന്തിനോട് അടുത്ത് വരുന്നില്ല, ഈ 2 ഗ്രാമിനോട് അടുത്ത് വരുന്നില്ല, 2.00 ഗ്രാമിനോട് അടുത്ത് വരുന്നില്ല. 2.00 ഗ്രാമിനോട് അടുത്ത് വരണമെങ്കിൽ എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. ആക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഇതിനായിട്ട് കുഞ്ഞെന്തെങ്കിലും വ്യത്യാസം ഉണ്ട്, ദാറ്റ് ഈസ് 1.99 ഇതാണെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ നോക്കിക്കേ 2.01 ഇതാണെങ്കിലും കുഴപ്പമില്ല, ഇത് ഏകദേശം ഇതിനോട് അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട്, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് 1.95 1.93 കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി അത് 2.00 ഗ്രാമിനോട് ഏകദേശം അടുത്തൊന്നല്ല വരുന്നത്. സോ നമുക്ക് പറയാം, പക്ഷെ ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ നമുക്ക് പറയാം ഇവിടെ എന്തുണ്ട്, പ്രിസിഷൻ ഉണ്ട്, ബട്ട് നോട്ട് ആക്യുറേറ്റ് അല്ല എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ പ്രിസിഷനും ആക്യുറേറ്റ് എന്നും പറയുന്നത് കേട്ടോ. ഓക്കെ, സോ precision is the closeness of various measurement for the same quantity. Accuracy ആണെങ്കിലോ, accuracy is the agreement of a particular value to the true value of the result. Okay, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ആയിട്ട് വരുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിമ്പിൾ ആണ് കേട്ടോ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് ഒരു ചോദ്യമൊക്കെ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്, പക്ഷെ നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. Significant figures are meaningful digits which are known with certainty. Okay, അപ്പോ certainty. Okay, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 ഇട്ടാ പോരെ ഇല്ലേ, 2 ഇട്ടാ പോരെ, എന്തിനാ അവിടെ 2.00 എന്ന് പറയേണ്ട ആവശ്യം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 2.00 ഇടുന്ന സമയത്ത് അതിന് ആക്യുറസി ലെവൽ കൂടുകയാണ്. മനസ്സിലായോ? അത്രയും ആക്യുറേറ്റ് ആണെന്ന് കാണിക്കാനായിട്ടാണ് ഇത്ര കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞ വാല്യൂസ് ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ 2.00 3.0 എന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് 0 എഴുതിയിട്ട് തന്നെ കാണിക്കണം, ബിക്കോസ് അത്രയും ആക്യുറേറ്റ് ആണെന്നാണ് അർത്ഥം വരുന്നത്. സോ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ പോയിന്റിന് ശേഷം വരുന്ന സീറോസിനും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്, നമ്മൾ ഇവിടെ ഒരു 4 റൂൾസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതിയാവും. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. എല്ലാ നോൺ സീറോ, സീറോ അല്ലാത്ത, പൂജ്യമല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ 235 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? സീറോ അല്ലാത്ത എല്ലാ നമ്പേഴ്സും സിഗ്നിഫിക്കന്റ് ആണെന്ന് പറഞ്ഞാൽ 2, 3, 5 ഈ 3 നമ്പേഴ്സും സിഗ്നിഫിക്കന്റ് ആണ്. സോ എത്ര എണ്ണം ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ, 6, 1, 2, 4, 5 ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എല്ലാ നോൺ സീറോസും എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. സോ നമുക്ക് പറയാം 1, 2, 3, 4, 5 ടോട്ടൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ടോട്ടൽ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി സീറോസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു നോൺ സീറോ, ഈ 2 എന്ന് പറഞ്ഞാൽ സീറോ അല്ലല്ലോ, സീറോ അല്ലാത്ത സംഖ്യക്ക് മുന്നിൽ കിടക്കുന്ന സീറോകൾക്ക് എന്തല്ല, സീറോസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. അത് എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ എത്ര ഉണ്ട് ഡിജിറ്റ് ഉണ്ടെന്ന് പറയാം? ഇവിടെ 1 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, 0.00003 ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇവിടെ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. കാരണം എന്താ, ഈ പൂജ്യമല്ലാതെ കിടക്കുന്ന സംഖ്യയുടെ ഇടതുവശത്ത് വരുന്ന സീറോകൾ ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ 1 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് വരുന്നത്. സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അതായത് 5, 0, 0, 0, 4 അല്ലെ, ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി വേറെ നോക്കിക്കേ, ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിക്കേ, സീറോസ് ടു ദ റൈറ്റ് ഓഫ് ദി ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ്. നമ്മൾ പറഞ്ഞു 2.00 എഴുതുന്നതിന് നല്ല രീതിയിൽ എന്തുണ്ട്,
വാല്യൂ ഉണ്ട്, ബിക്കോസ് അതാണ് എന്ത് കാണിക്കുന്നത്, ആക്യുറസി കാണിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി 2.00 എന്ന് പറഞ്ഞ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? സോ ഇതിന്റെ പ്രാക്ടീസ് ടെസ്റ്റുകളെല്ലാം തന്നെ ഞാൻ ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആദ്യം തരുന്നത്. അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെസൺ, ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ലോസ് പഠിക്കുന്നുണ്ട്. അത് കുഞ്ഞൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ, PDF-കളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാനിതാ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.